ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 2026 ഏപ്രിൽ 18 PSC നടത്തിയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. ഇനി വരുന്ന 10th പ്രിലിംസിനും അതുപോലെ ഇനി അങ്ങോട്ടുള്ള വരാനിരിക്കുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആവും കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ സി കെ വാസുദേവൻ പിള്ളയാണ് കേട്ടോ. കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ കെ വാസുദേവൻ പിള്ളയാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ റാണി ഗൗരി ലക്ഷ്മിബായുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് കേട്ടോ. ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2ഉം 4ഉം ആണ്. അതായത് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി, അതുപോലെ അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ഇത് രണ്ടും ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? റാണി ഗൗരി ലക്ഷ്മിബായുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. തെറ്റായിട്ടുള്ള പ്രസ്താവന 1ഉം 3ഉം ആണ്. ഒന്നാമത്തത് എന്താ? ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തിരുവിതാംകൂറിൽ സംരക്ഷണം നൽകി എന്നുള്ളത് തെറ്റാണ്. അതുപോലെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയെന്നുള്ളതും തെറ്റാണ് കേട്ടോ. ആരാണ് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത്? റാണി ഗൗരി പാർവതി ബായി ആണ് കേട്ടോ. വിദ്യാഭ്യാസ വിളംബരമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ റാണി ഗൗരി പാർവതി ബായി 1817 ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷമാണ് കേട്ടോ. ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1904 1904. ഓക്കെ, അപ്പൊ റുസോ ജാപ്പനീസ് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. എന്തായിരുന്നു യുദ്ധത്തിന്റെ പശ്ചാത്തലം? മഞ്ചൂരിയ, കൊറിയ എന്നീ പ്രദേശങ്ങളുടെ മേലുള്ള ആധിപത്യത്തെ ചൊല്ലി റഷ്യയും ജപ്പാനും തമ്മിൽ നടന്നിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യുദ്ധമാണ് കേട്ടോ 1904. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? ഓക്കെ, അപ്പൊ സംഘടനകളാണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആണ്. ഓപ്ഷൻ എ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. ആരാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇല്ലേ. 1905 സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജി. നെക്സ്റ്റ്, ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ ബി മുസിരിസ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലെ ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഓപ്ഷൻ എ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് കേട്ടോ. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണപ്പെടുന്ന വനവിഭാഗം. നെക്സ്റ്റ്, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ദാമോദർ നദിയാണ് കേട്ടോ. ദാമോദർ നദി. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടാണ്? ഓപ്ഷൻ സി, താരാപൂർ ആണ് കേട്ടോ. താരാപൂർ ആണവ നിലയം. നെക്സ്റ്റ്, ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ. നെക്സ്റ്റ്, അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി, മെർക്കുറി ബാരോമീറ്റർ ആണ് കേട്ടോ. മെർക്കുറി ബാരോമീറ്റർ. നെക്സ്റ്റ്, ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നത് എന്ന്? ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. നെക്സ്റ്റ്, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഏതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകള്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രീസി മഹലനോബിസ് ആണ്. നെക്സ്റ്റ്, മഹലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. എവിടെയാണ്? കൽക്കട്ടയിലാണ് കേട്ടോ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. സാങ്ക്യ എന്ന ജേണൽ ആരംഭിച്ചതും മഹലനോബിസ് ആണ്. ഇത് 3 അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. രണ്ടാമത്തെ ബി, അതായത് ഓപ്ഷൻ ബിയിൽ എന്താ തെറ്റ്? 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിന് വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചതെന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? നമുക്കറിയാം, 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് അല്ലെ. 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്.
നെക്സ്റ്റ്, ഭൂപരിഷ്കരണത്തിന്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ബന്ധമുള്ള പ്രസ്താവനകളാണ് കേട്ടോ. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഭൂപരിഷ്കരണത്തിന്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം ശരിയാണെന്നുള്ളതാണ് കേട്ടോ. 2ഉം 4ഉം ശരിയാണ്. ഓക്കെ, ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. ഭൂ ഉടമസ്ഥ കുറച്ചുപേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക. ഭൂ ഉടമസ്ഥത കുറച്ചുപേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക. ഇതായിരുന്നു ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയായിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ. ഓക്കെ, ഒന്നെന്താ? ഭൂമിയിൽ അധ്വാനിക്കുന്നവരിൽ നിന്ന് പാട്ടം ചുമത്തുക എന്നുള്ളത് തെറ്റാണ്. അതുപോലെ കാർഷിക ഉൽപാദനക്ഷമതയിലെ പ്രാദേശിക അസമത്വം വർദ്ധിപ്പിക്കുക എന്നുള്ളതും തെറ്റാണ്. നെക്സ്റ്റ്, 15ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഭരണ പരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡേഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായിട്ടാണ് സ്ഥാപിതമായിട്ടുള്ളത്. എന്താണ് വികസിത ഭാരത് എന്നോട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇന്ത്യയെ 2047 അതായത് ഈ 2047 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി വർഷമാണ് അല്ലെ. അപ്പൊ ഈ ഒരു 2047 ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റും നീതി ആയോഗും മുന്നോട്ട് വെക്കുന്ന ദീർഘകാല വികസന പദ്ധതിയാണ് വികസിത ഭാരത് കേട്ടോ. ഇനിയും ഇതിനെ പറ്റി ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയമേത്? ഉദാരവൽക്കരണവുമായി ബന്ധമില്ലാത്ത നയമേത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബന്ധമുള്ളത് ഏതൊക്കെയാണ്? ഇറക്കുമതി ചുങ്കനിരക്ക് കുറച്ചു കൊണ്ടുവരിക, ചെറുകിട വ്യവസായ മേഖലയിലെ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെന്റ് ഇല്ലാതാക്കി കമ്പനി നികുതി നിരക്ക് കുറച്ചു എന്നുള്ളതാണ് കേട്ടോ. ബന്ധമില്ലാത്ത നയമാണ് ഓപ്ഷൻ സി. അതെന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ, ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ? ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ലോക വ്യാപാര സംഘടന കേട്ടോ. ലോക വ്യാപാര സംഘടന 1947 നിലവിൽ വരുന്നത്. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? സ്വിറ്റ്സർലാൻഡിലെ ജനീവ ആണ് കേട്ടോ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ്. ഏതാണ്? ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു എന്നുള്ളതാണ്. ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. ഉൾപ്പെടാത്തതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കമ്പോള മിച്ചം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഓക്കെ, അപ്പൊ ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു എന്നുള്ളത് ഈ ഒരു ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നല്ല. അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ്, ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ്. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? ഏതാണ് ശരിയായിട്ടുള്ള ജോഡി? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ശരിയായിട്ടുള്ള ക്രമീകരണം 1, 2, 4 എന്നുള്ളതാണ്. ഓക്കെ, ഭരണഘടനാ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു, ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സഭ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ശരിയായിട്ടുള്ളതാണ്. മൂന്നാമത്തതാണ് തെറ്റായിട്ടുള്ളത്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കരട് രൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ സർദാർ പട്ടേലിന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ. നെക്സ്റ്റ്, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശത്തെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന ഏതാണെന്നാണ് കേട്ടോ. മൗലികാവകാശത്തെ കുറിച്ചുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഒരു രാജ്യത്തെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ഭരണഘടന സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളാണ്. നെക്സ്റ്റ്, 21ാമത്തത്, ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഏതൊക്കെയാണ് 1ഉം 2ഉം? ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് എന്നുള്ളത് ശരിയാണ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് എന്നുള്ളതും ശരിയാണ് കേട്ടോ. മൂന്നാമത്തെ പ്രസ്താവന എന്താ? 3ഉം 4ഉം തെറ്റാണ്. മൂന്നാമത്തത്, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് ലോകസഭ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തെറ്റാണ്.
എന്താണ് ഇതിൽ തെറ്റുള്ളത്? അതായത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് കേട്ടോ. ലോകസഭ അധോസഭ എന്നാണ് അറിയപ്പെടുന്നത്. ലോകസഭ അധോസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് എന്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രസ്താവനയിലോ സ്പീക്കർ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും തെറ്റാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. ഓക്കെ, ആരാണ് സ്പീക്കർ? ലോകസഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് ഏതാണ്? ഓപ്ഷൻ ഡി, ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉൾപ്പെടാത്തത്, ബാക്കിയൊക്കെ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. മന്ത്രിസഭാ ഉപദേശം സ്വീകരിക്കാതെ തിരിച്ചയക്കൽ, പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ ധനബിൽ ഒഴികെ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ കൈവശം വെക്കൽ അല്ലെങ്കിൽ തിരിച്ചയക്കൽ, അതുപോലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കൽ. ഇതൊക്കെ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കല് അദ്ദേഹത്തിന്റെ വിവേചന അധികാരത്തിൽ പെടുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പട്ടികയിലാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി ക്രമപ്പെടുത്തിയെന്നാണ് കേട്ടോ. ഏതാണ് നോക്കാം. ഓപ്ഷൻ ബി ആണ്. പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം. ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. പ്രതിരോധവും ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം. നെക്സ്റ്റ്, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതായിരുന്നു? ഓപ്ഷൻ സി, പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് കേട്ടോ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇതിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. എന്താണ്? ഓപ്ഷൻ എ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകൽ ശരിയാണ്. വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ ശരിയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ചിഹ്നം അനുവദിക്കൽ, ഇവ മൂന്നും ആരുടെ കടമയാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി എന്താണ്? പ്രാദേശിക ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ല. പിന്നെ ആരുടെ ചുമതലയാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് കേട്ടോ. നെക്സ്റ്റ്, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? ഏത് പേരിലാണ്? ഓപ്ഷൻ സി, ലോക് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. ഒക്കെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. 1ഉം 3ഉം ശരിയാണ്. നോക്കാം, ശരിയായിട്ടുള്ളത് ആദ്യം നോക്കാം. കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതും ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, മൂന്നാമത്തതും ശരിയാണ്. ആശ്വാസം എന്ന സംരംഭം ആർദ്ര മിഷന്റെ ഭാഗമായി വരുന്നതാണ്. രണ്ടാമത്തത് തെറ്റാണ്. കേരളത്തിലെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ് എന്നുള്ളത് തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? ചങ്ങാതി എന്ന പദ്ധതി ആർക്കു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി, കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് ചങ്ങാതി. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് ചങ്ങാതി. നെക്സ്റ്റ്, 30ാമത്തെ ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വിലയിരുത്താനാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ശരിയാണെന്നാണ്. ഓക്കെ, ഒന്നാമത്തത് എന്താ? ഒരു സാമ്പത്തിക വർഷം 100ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ശരിയാണ്. പിന്നെ കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MG നരേഗാസ് കൂടാതെ അധികമായി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. കേരള ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൂടാതെ അധികമായി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. അത് 2 പ്രസ്താവനകളാണ് ശരി കേട്ടോ.
മൂന്നാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിലാണ് കേരളത്തിൽ ആദ്യഘട്ടത്തിൽ MG നരേഗാസ് ആരംഭിച്ചതെന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. പത്തനംതിട്ടയും മലപ്പുറവും അല്ല, പാലക്കാടും വയനാടും ആണ് കേട്ടോ. പാലക്കാടും അതുപോലെ വയനാട് ജില്ലകളിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത്, കേരളത്തിൽ ട്ടോ. ഓക്കെ. നെക്സ്റ്റ്, വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്നാണ് കേട്ടോ. ചെയർമാൻ ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ശ്രീ കെ സോമപ്രസാദ് ആണ്. പഠിക്കണേ, ശ്രീ കെ സോമപ്രസാദ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ കെ സോമപ്രസാദ്. നെക്സ്റ്റ്, പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓക്കെ, പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ എ സെറിബെല്ലം ട്ടോ. നെക്സ്റ്റ്, ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? കരളാണ് കേട്ടോ. കരളിനെ ബാധിക്കുന്ന അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. നെക്സ്റ്റ്, കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക എന്നാണ് കേട്ടോ. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക എന്നാണ് ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ. ഒരു ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി മലേറിയ ആണ്. ഓക്കെ. നെക്സ്റ്റ്, വൈറ്റമിൻ B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. B1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ബെറിബെറി. നെക്സ്റ്റ്, 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ ആണ്, NDC എന്ന് പറഞ്ഞ പദ്ധതിയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. ഊഷ്മാവ് കൂടിയാൽ ദ്രാവകങ്ങളുടെ പ്രതലബലം കുറയുന്നു. ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കൊഹിഷൻ. കാപ്പിലറി ട്യൂബിൽ വെള്ളം എടുത്താൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. ഈ 3 പ്രസ്താവനകളും പഠിക്കണേ. നെക്സ്റ്റ്, 39ാമത്തെ ക്വസ്റ്റ്യൻ, വ്യാസം 20 സെന്റിമീറ്റർ ഉള്ള ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണെന്നാണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? വ്യാസം 20 സെന്റിമീറ്റർ ആണ് ഉള്ള ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഓപ്ഷൻ സി 5 സെന്റിമീറ്റർ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി 5 സെന്റിമീറ്റർ. ഓക്കെ, എങ്ങനെയാണ്? നമുക്കറിയാം വ്യാസത്തിന്റെ പകുതിയാണ് വക്രത ആരം വരെ അല്ലെ. വക്രത ആരം എത്ര വരിക? R = 10 സെന്റിമീറ്റർ എന്നാ വരിക. വ്യാസത്തിന്റെ പകുതിയാണ് വക്രത ആരം വരിക. F = എന്താണ്? R/2 എന്നാ വരും. R/2 = 5 സെന്റിമീറ്റർ. ഓക്കെ. നെക്സ്റ്റ്, താഴെ ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. ABCD ഇവയിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രസ്താവന എന്താണ്? ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലുമായിരിക്കും. ഭൂമധ്യരേഖയിലെ ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിലെ ഭൂമിയുടെ ആരം കുറവും ആണെന്നാണ് കാരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് പ്രസ്താവനയും കാരണവും ശരിയാണ്, എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് നൽകിയിരിക്കുന്ന കാരണം. 41ാമത്തെ ക്വസ്റ്റ്യൻ, കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണെന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ബ്ലൂബേർഡ് 6 എന്നായിരുന്നു ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ISRO രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഉപഗ്രഹമല്ല ഇത്. അതായത് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള AST സ്പേസ് മൊബൈൽ ആണ് ഇത് രൂപകൽപ്പന ചെയ്തത് കേട്ടോ. ഇത് വിക്ഷേപിക്കാനുള്ള കരാർ മാത്രമാണ് ISRO ഏറ്റെടുത്തിട്ടുള്ളത്. ഓക്കെ, കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന ഉപഗ്രഹമാണ് ബ്ലൂബേർഡ് 6 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, N2+3H2 = 2NH3 എന്നാണ് വരുന്നത്. ഡെൽറ്റ H = -92.38 കിലോ ജൂൾ പെർ മോൾ എന്ന സന്തുലിത രാസപ്രവർത്തനത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ. ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രം ശരിയാണ്. ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ് എന്നുള്ളത് ശരിയാണ്. അതുപോലെ ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതും ശരിയാണ് കേട്ടോ.
നെക്സ്റ്റ് താഴെ പറയുന്നതിൽ മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏതെന്നാണ്. ഇതില് മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായിട്ടുള്ളത് ഏത്? തെറ്റായതാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. Na2O അസിഡിക് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. MgO ബോസിക്, അതുപോലെ Al2O3 ആംഫോട്ടറിക്, അതുപോലെ ZnO ആംഫോട്ടറിക്, ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിന്റെ ആറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം എന്തുകൊണ്ടാവാം? കാരണം ഒരു മൂലകത്തിന്റെ ആറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, മൂലകങ്ങൾക്ക് ഐസോട്ടോപ്പുകൾ ഉണ്ട്. നെക്സ്റ്റ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിർവ്വാഹമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ. നെക്സ്റ്റ്, മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരനാണ് ആരാണെന്നാണ് കേട്ടോ. മലയാളത്തിൽ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരൻ ഇതിൽ ആരാണെന്നാണ് ചോദിച്ചത്. കാവാലം നാരായണ പണിക്കർ. കാവാലം നാരായണ പണിക്കർ. നെക്സ്റ്റ്, നാടൻ ജീവിതത്തിന്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽ പെടുന്ന നാടൻ പാട്ടാണ്? ഏതാണ്? ഓപ്ഷൻ ഡി, തെക്കൻ പാട്ട്. ഇരവിക്കുട്ടിപ്പിള്ള പോര് എന്ന നാടൻ പാട്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന? തെക്കൻ പാട്ടിൽ പെടുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും. ഈ വരികൾ രചിച്ച കവി ആരാണ്? ഓപ്ഷൻ ബി, വയലോപ്പള്ളി ശ്രീധരമേനോനാണ്. നെക്സ്റ്റ്, 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? പത്മഭൂഷൺ ആണ് കേട്ടോ. പത്മഭൂഷൺ ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? PR ശ്രീജേഷ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്നാണ് കേട്ടോ. ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം ശരിയാണ്. ഓക്കെ, ഏതൊക്കെയാണ് നോക്കാം. എന്താണ്? ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സഹാരമായ ഹാർട്ട് ലാം 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി എന്നുള്ളത് ശരിയാണ്. ഈ സന്തോഷ് കുമാറിന്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി എന്നുള്ളതും ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റ്. KR മീരയുടെ നോവലായ കലാച്ചി 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടി എന്നുള്ളത് തെറ്റാണ്. അതുപോലെ R രാജശ്രീയുടെ നോവലായ ആത്രേയകം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടി എന്നുള്ളതും തെറ്റാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്സ്, മലയാളം, അതുപോലെ ഇംഗ്ലീഷ് എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ്. ഇനി വരുന്ന എക്സാമുകൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.